ആ തീരുമാനം വരുന്നത് വരെ നമ്മളാരും ഇന്നയാൾ സ്ഥാനാർത്ഥികളാവും അല്ലെങ്കിൽ ഞാൻ സ്ഥാനാർത്ഥിയാവുന്നില്ല സ്വയം പ്രഖ്യാപനം നടത്തണ്ട എന്നുള്ളതാണ് എനിക്ക് വിനയപൂർവ്വം നമുക്കെല്ലാവരോടും പറയാനായിട്ടുള്ളത്. നമ്മൾ പാർട്ടിയുടെ പ്രഖ്യാപിതമായിട്ടുള്ള സാഹചര്യങ്ങളെ കാത്തിരിക്കുക, അതിനുവേണ്ടി നിൽക്കുക. ബഹുമാനപ്പെട്ട നേതാക്കന്മാരെല്ലാവരും ഇരിക്കുന്നുണ്ട്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ക്രീമായ ലീഡേഴ്സ് ഇരിക്കുന്നുണ്ട്. ആ ക്രീമായ ലീഡേഴ്സിന് മുന്നിൽ പറയാനുള്ളത്, ഈ വരുന്ന 4 മാസക്കാലം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു, വാർത്തകളുടെ കാലഘട്ടം, കമ്മ്യൂണിക്കേഷൻ വിസ്ഫോടനങ്ങളുടെ കാലഘട്ടം. മാധ്യമങ്ങൾ വരും, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ജോലിയാണത്, അവർക്ക് വാർത്തകൾ വേണം. അപ്പോൾ ആ വാർത്തകൾക്ക് വേണ്ടി അവർ വരുമ്പോൾ കൊടുക്കുന്ന വാർത്തകളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 2 പാർട്ടികളുടെയും പരീക്ഷണശാലകളിൽ ഉരുത്തിരിയുന്ന, അവർക്ക് ജയിക്കാൻ വേണ്ടി, നമ്മളെ തോൽപ്പിക്കാൻ വേണ്ടി അവർ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഏതോ പരീക്ഷണങ്ങൾക്ക് പിന്നാലെ പോകുന്നതായിരിക്കരുത്. 2, നമ്മുടെ ബൂത്തിലെ സാധാരണ പ്രവർത്തകൻ തല്ലും കുത്തും അടിയും കിട്ടിയിട്ട് നമ്മൾ ജയിപ്പിക്കാൻ വേണ്ടി പാടുപെടുന്ന പ്രവർത്തകൻ ചായക്കടയിൽ ഇരിക്കുമ്പോൾ അവൻ നിരാശപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാക്കുന്നതായിരിക്കരുത്. നമ്മൾ ഇവിടെ നിന്ന് ഒറ്റക്കെട്ടായിട്ട് ആ പ്രതിജ്ഞയുമായിട്ട് അവരോട് പോകുന്നത്. നമുക്കറിയാം, ബൂത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ മണ്ഡലം പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ്, നമുക്കാർക്കും കോൺഗ്രസിൽ അങ്ങനെ ഒരു സിസ്റ്റമില്ല. ഞാൻ ജയിച്ചാൽ എല്ലാം മതി, ഞാൻ ജയിച്ചില്ലെങ്കിൽ ഒന്നും വേണ്ട. ഇത് കോൺഗ്രസിന്റെ സിസ്റ്റമല്ല. നമ്മൾ ജയിക്കും, നമ്മൾ നിൽക്കുന്നില്ല, മറ്റു പാർട്ടികൾ അത് സ്വീകരിക്കുന്നുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത്, എവിടെയെങ്കിലും ഒറ്റപ്പെട്ട അത്തരം ശബ്ദം വന്നാൽ ഈ ഹാളിലിരിക്കുന്നവരെല്ലാവരും കൂടി തീരുമാനിക്കണം ഒറ്റക്കെട്ടായിട്ട്. പൊതുചിന്താഗതികൾക്കെതിരായിട്ട് ഒറ്റപ്പെട്ടവർ എവിടെയെങ്കിലും ശബ്ദം ഉണ്ടാക്കുന്നെങ്കിൽ ആ ശബ്ദത്തെ അവഗണിക്കുകയും അതിനെ എതിർക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ്. അത്തരക്കാർക്ക് കോൺഗ്രസിൽ അങ്ങനെ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഇല്ലാത്ത പാർട്ടിയാണ് നമ്മുടെ പാർട്ടി. 4 മാസക്കാലത്തേക്ക് ജാഗ്രത, ഉത്തിഷ്ഠത, ജാഗ്രത. ഒരു കാരണവശാലും രാഷ്ട്രീയ എതിരാളികളുടെ കയ്യിൽ ആയുധം കൊടുക്കുന്ന ഒരു വരികളിലേക്കും നമുക്ക് പോകും. സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. ആർക്കും ആഗ്രഹം തെറ്റൊന്നുമില്ല. പാർട്ടിയിൽ 10, 30, 40 കൊല്ലം അല്ലെങ്കിൽ 10, 15 കൊല്ലം പ്രവർത്തിച്ചാൽ ഇലക്ഷൻ വരുമ്പോൾ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമല്ലേ? അതിലെന്താ തെറ്റ്? പാർട്ടി സ്ഥാനാർത്ഥി നിർണയത്തിന് പാർട്ടിയുടേതായ മാർഗരേഖകളുണ്ട്. സ്ഥാനാർത്ഥികൾ വരും. ഇപ്രാവശ്യം വളരെ നേരത്തെ തന്നെ ഉണ്ടാക്കാനാണ് ഉള്ളത്. സ്ക്രീനിങ് കമ്മിറ്റി 4 മാസം മുമ്പ് തന്നെ ഇന്നലെ സ്ക്രീനിങ് കമ്മിറ്റി, കേരളത്തിൻ്റെ സ്ക്രീനിങ് കമ്മിറ്റി AICC പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവരവരുടെ പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധഗതിയിലാക്കും. ജനറൽ സെക്രട്ടറിയും അവരുടെ ടീമും അതിനു വേണ്ടിയിട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് ആലോചിച്ച് ഷെഡ്യൂൾ തയ്യാറാക്കും. ആ ഷെഡ്യൂൾ വളരെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോകാവുന്നതാണ്. നമ്മുടെ പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഒരു സംശയം വേണ്ട, നമ്മളെല്ലാവരും പരസ്പരം മനസ്സിലാക്കണം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. വിജയം, അതായത് 100 സീറ്റിലധികം ജയിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ആ ഓപ്ഷൻ വിജയ സാധ്യതയായിരിക്കും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിലെ ഏറ്റവും വലിയ മാനദണ്ഡം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നമുക്കാർക്കും വേണ്ട. ഓരോ നിയോജകമണ്ഡലത്തിലും ആർക്കാണോ ജയത്തിന് സാധ്യതയുള്ളത് അത് നോക്കിക്കൊണ്ടിരുന്നു. നമ്മൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരുപാട് ചെറുപ്പക്കാർക്ക് അവസരം കൊടുത്തിട്ടുണ്ട്. നല്ല ചെറുപ്പക്കാർ. അവർ കോവിഡായിരുന്നു, സമയം കിട്ടിയില്ല, മറ്റു അവസരങ്ങൾ ഉണ്ടായതുകൊണ്ട്. ഈ പ്രാവശ്യം അത് സംശയമൊന്നുമില്ല. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഇലക്ഷൻ റിസൾട്ട് ഒന്ന് എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം. ജില്ലാ പഞ്ചായത്ത് ഇലക്ഷൻ റിസൾട്ട് എന്തായിരുന്നു? നമ്മൾ തോൽക്കുമെന്ന് ഉറപ്പിച്ച് സീറ്റ് കൊടുത്താൽ ഒരുപാട് ചെറുപ്പക്കാർ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. യുവത്വത്തെ, ജൻസി എന്നൊക്കെ നമ്മൾ പറയുന്ന ആ തലമുറയുടെ യഥാർത്ഥ റിഫ്ലക്ഷൻ കണ്ട ഒരു ഇലക്ഷൻ കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത് പാർട്ടി ഉൾക്കൊള്ളും, എല്ലാ കാലത്തും ഉൾക്കൊള്ളും. നമ്മൾ ഏത് പാർട്ടിയേക്കാളും അത് ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് ചെറുപ്പക്കാർ, വനിതകൾ,
എല്ലാവരും നമ്മളുണ്ടാവും, ബ്ലെൻഡായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് പോയിന്റ് അതല്ല. ആ തീരുമാനം വരുന്നത് വരെ നമ്മളാരും ഇന്നയാൾ സ്ഥാനാർത്ഥികളാവും അല്ലെങ്കിൽ ഞാൻ സ്ഥാനാർത്ഥിയാവുന്നില്ല, സ്വയം പ്രഖ്യാപനം നടത്തണ്ട എന്നുള്ളതാണ് എനിക്ക് വിനയപൂർവ്വം നമുക്കെല്ലാവരോടും പറയാനായിട്ടുള്ളത്. നമ്മൾ പാർട്ടിയുടെ പ്രഖ്യാപിതമായിട്ടുള്ള സാഹചര്യങ്ങളെ കാത്തിരിക്കുക, അതിനുവേണ്ടി നിൽക്കുക.